യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഹായ് ഹായ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് പറയാറ്? ഹലോ ആണ്. ഹലോ പറയുമ്പോൾ എന്താണ് പറയാറ്? ഒന്ന് മാറ്റി പിടിക്കാം. ഹായ് എന്ന് പറയുമ്പോഴേ നിങ്ങള് എന്തോ എന്ന് വിളിയാക്കണേ, എന്തോ എന്ന്. ഓക്കെ, ഹായ്. അത് തന്നെ. ഇവിടെ ആർക്കും കറക്റ്റ് ട്യൂൺ വന്നു. എന്തോ ഹായ്. ഇനി ഹലോ എന്ന് പറയുമ്പോ എന്തായിരിക്കും? കറക്റ്റ്. എങ്ങനെ? അത് തന്നെ. ഹലോ, ഹായ്, ഹലോ, അത്രേ ഉള്ളൂ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ കാണാൻ വേണ്ടി പറ്റിയതിൽ. ഒത്തിരി സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ തന്നെ കുറച്ച് ടെൻഷനാണ്. നിങ്ങളൊക്കെ എന്തോ വലിയ കാര്യങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. നിങ്ങളുടെ ഒരു ചേട്ടനെ പോലെ എന്നെ കണ്ടാൽ മതി. നിങ്ങളെക്കാളും ചിലപ്പം കുറച്ച് വർഷം കൂടെ കൂടുതൽ ജീവിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ മാത്രം ഒക്കെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ആദ്യമായിട്ട് നമ്മുടെ യുവജന സഖ്യത്തിന്റെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനമാണല്ലേ. ഇപ്പൊ ഇങ്ങനെ യുവജനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം എനിക്ക് പറഞ്ഞു തുടങ്ങാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് ഞങ്ങളുടെ തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, ഒരു കപ്പൂച്ചൻ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ പേര് ബോബി ജോസ് കട്ടിക്കാടെന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കുറച്ച് മുടിയൊക്കെ ആയിട്ട് കുറച്ച് വലിയൊരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇതാണ്. അതിതാണ്, കുറെ യുവജനങ്ങൾ സ്വപ്നം കണ്ട സ്നേഹഭാവനയുടെ പേരാണ് സുവിശേഷം. കുറെ യുവജനങ്ങൾ സ്വപ്നം കണ്ട സ്നേഹഭാവനയുടെ പേരാണ് സുവിശേഷം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഈശോയ്ക്ക് വയസ്സ് എത്രയായിരുന്നു കുരിശ് മരിക്കുമ്പോ? 33. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? 30 വയസ്സ്. ഇനി ഈശോയുടെ ശിഷ്യന്മാർ എത്ര പേരായിരുന്നു? 12 പേരാണ്. ഈ 12 പേരുടെ പ്രായത്തെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? എങ്കിലും ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ? പത്രോസിന് എത്ര വയസ്സുണ്ടായിരുന്നു? 50-55, 40-45. അന്ന് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ബോയ്സിന് എന്ത് പറയുന്നത്? എന്ത് തോന്നുന്നു? പത്രോസിന് ഏകദേശം പ്രായം എത്ര ഉണ്ടാവും? 59-ഓ 39-ഓ? എന്തായാലും 30-ന് മുകളിലേക്കാണല്ലേ. 30-ന് മുകളിലേക്കാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ചരിത്രകാരന്മാർ പറയുന്നത് യേശുവിന്റെ എല്ലാ ശിഷ്യന്മാരുടെയും പ്രായം 15-നും 25-നും ഇടയിലായിരുന്നതാണ്. കൊച്ചു പയ്യന്മാരായിരുന്നു എല്ലാവരും. നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം യേശുവിന്റെ ശിഷ്യന്മാരുടെ പ്രായമൊക്കെ നല്ല കൂട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല തടിയും മുടിയും നരച്ചതും നരയ്ക്കാത്തതും ഒക്കെ ആയിട്ടുള്ള വലിയ മനുഷ്യരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബട്ട് ഹിസ്റ്ററി സേസ് ദാറ്റ് എല്ലാ ശിഷ്യന്മാരുടെയും പ്രായം 15-നും 25-നും ഇടയിലായിരുന്നു. സോ വി ക്യാൻ സേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറ്റ് വാസ് എ യങ് പീപ്പിൾസ് ബിസിനസ്. ചെറിയ പിള്ളേരുടെ കാര്യമായിരുന്നു അത്. അതായത് കുറെ ചെറുക്കന്മാർ ഒരുമിച്ച് കൂടി, കുറെ പയ്യന്മാർ ഒരുമിച്ച് കൂടി, കുറച്ച് യുവജനങ്ങൾ ഒരുമിച്ച് കൂടി ആരംഭിച്ച ഒരു ജീവിത രീതിയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈശോ തന്റെ ശിഷ്യന്മാരായിട്ട് ചെറുപ്പക്കാരെ, ചെറിയ പ്രായമുള്ളവരെ തിരഞ്ഞെടുത്തത്? കാരണം നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ അവർക്ക് പുതിയ കാര്യങ്ങളുടെ ഒരു ഓപ്പൺനെസ് ഉണ്ടാവും. അവർ പ്രജുഡിസ്ഡ് ആയിരിക്കില്ല, മുൻവിധികൾ അവർക്ക് കുറവായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈശോ നിന്ന് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുവിൻ. ഇപ്പൊ പത്രോസിന് പ്രായം നിങ്ങൾ പറഞ്ഞ പോലെ 45 വിചാരിക്കുക. ഈ പ്രസംഗം കഴിയുമ്പോൾ ഈശോനെ പത്രോസ് സൈഡിലേക്ക് മാറ്റിക്കൊണ്ടുപോകും. എന്നിട്ട്, ബ്രോ പറഞ്ഞ അത്ര ശരിയായില്ല കേട്ടോ, നീ ചെറുപ്പമല്ലേ, നിനക്ക് ജീവിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കിപ്പോ 45 വയസ്സൊക്കെ ആയി. ഈ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാനെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ് ബ്രോ എന്ന് പത്രോസ് പറഞ്ഞേനെ, ഈശോനെ ഉപദേശിച്ച് കിട്ടാനെ. ബട്ട് പത്രോസൊക്കെ ഈശോനെക്കാളും പ്രായം കുറവുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള തുറന്ന മനസ്സവർക്കുണ്ടായിരുന്നു. രണ്ടാമതൊരു എക്സാമ്പിൾ പറയട്ടെ. ഈശോ പറയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ തോമാസ് ലീഹായ്ക്ക് പ്രായം ഒരു 60 വിചാരിക്കുക. ഈ ഒരു വചനം കേൾക്കുന്ന തോമാസ് ലീഹായുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും?
60 വയസ്സായി, ഇതുവരെ ഞാൻ ഇസ്രായേൽ വിട്ട് പുറത്തു പോയിട്ടില്ല, ഇനി 60ാമത്തെ വയസ്സിൽ ഞാൻ ലോകത്തിന്റെ അതിർത്തി വരെ പോകണം. നടന്ന കാര്യം തന്നെ പുള്ളി മനസ്സിൽ വിചാരിക്കുള്ളൂ. ബട്ട് ഈശോ ഇത് യങ് ബ്ലഡിനോടാണ് പറഞ്ഞത്, ചെറുപ്പക്കാരോടാണ് പറയുന്നത്, അവന് വേണ്ടി ജീവൻ കൊടുക്കാനായിട്ട് ഒരു ഉശിരുള്ളവരോടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ലോകത്തിന്റെ അതിർത്തി വരെ പോയത്. സോ നിങ്ങളില്ലാതെ, യുവജനങ്ങളില്ലാതെ ഒരു സഭയില്ല. സഭയിൽ നിന്ന് വേറെ ആരൊക്കെ മാറ്റി നിർത്തിയാലും യുവജനങ്ങളെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. കാരണം ഇത് യുവജനങ്ങൾ ആരംഭിച്ചൊരു മൂവ്മെന്റ് ആണ്. ക്രിസ്തുമതം എന്ന് പറയുന്നത് യുവജനങ്ങൾ ആരംഭിച്ചൊരു മൂവ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്: എന്നും എക്കാലത്തും സഭയുടെ നട്ടെല്ലും സഭയുടെ അഭിമാനവും സഭയുടെ ഭാവിയും എല്ലാം യുവജനങ്ങളായിരുന്നു, യുവജനങ്ങളാണ്, ഇനി യുവജനങ്ങളായിരിക്കും. ഒരു കയ്യടി നിങ്ങൾക്ക് വേണ്ടി. ഇത് നിങ്ങൾക്കുള്ള കയ്യടിയാണ്, എനിക്കുള്ളതല്ല. ഓക്കെ, ഞാനിങ്ങനെ മാർത്തോമ യുവജന സഖ്യത്തിന്റെ മോട്ടോ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. എന്തൊക്കെയാണ് മോട്ടോ എന്ന് പറയുന്നത്? 4 കാര്യങ്ങളാണല്ലേ? യെസ്, വേർഷിപ്പ്, സ്റ്റഡി, വിറ്റ്നസ്, സർവീസ്. ഞാൻ ChatGPT-നോടാ ചോദിച്ചത്, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിലാണ് കിട്ടിയത്, അതുകൊണ്ട് എനിക്കിത് അറിയത്തുള്ളൂ. വേർഷിപ്പ്, സ്റ്റഡി, വിറ്റ്നസ് ആൻഡ് സർവീസ്. ഞാൻ പറയട്ടെ, ഇതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. വേർഷിപ്പ്, സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ദൈവവചനത്തിന്റെ പഠനമാണ്. മൂന്നാമത്തെ എന്താണ്? വിറ്റ്നസ്, സാക്ഷ്യം, യേശുവിന് സാക്ഷ്യം കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിങ്ങനെ യുവജന പ്രസ്ഥാനങ്ങളും യുവജന കൂട്ടായ്മകളും എല്ലാം കാണാറുണ്ട്. പലപ്പോഴെല്ലാം നമ്മുടെ മൂവ്മെന്റുകളൊക്കെ വെറുതെ നമ്മൾ ഒരുമിച്ച് വന്ന് ഒന്ന് അടിച്ചു പൊളിച്ചു പോകുന്നതായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും ഒക്കെ പാർട്ടികളോടൊക്കെ സമാനമായിട്ടുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യം ഇതാണ്: വി ആർ എ സ്പിരിച്വൽ ഗ്രൂപ്പ്. നമ്മളൊരു ആത്മീയ കൂട്ടായ്മയാണ്. ഈ ആത്മീയതയിൽ നിന്നാണ് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ശക്തി കിട്ടുന്നത്. മദർ തെരേസയെ കുറിച്ച് പറയാറുണ്ട്, രാവിലെ മദർ തെരേസ 3 മണിക്കൂർ പ്രാർത്ഥിക്കും, അതിനുശേഷമാണ് ബാക്കി 12 മണിക്കൂർ തെരുവിലേക്ക് ഇറങ്ങാനായിട്ട് അവര് തയ്യാറാവുന്നത്. ആ എനർജി അത് കിട്ടുന്നത് ഇവിടെ നിന്നാണ്? വേർഷിപ്പിൽ നിന്നാണ്, ആരാധനയിൽ നിന്നാണ്. ഇപ്പൊ ഇങ്ങനെ ഞങ്ങള് കപ്പൂച്ചിൻ അച്ഛന്മാര് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചില ചെറിയ പാട്ടുകളും ചില റിഫ്ലക്ഷൻസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ പലപ്പോഴും വരുന്നൊരു കമന്റ് ഇതാണ്: എന്തിനാണ് നിങ്ങൾ അച്ഛനാവാൻ വേണ്ടി പോയത്? മറ്റേ ആ കമന്റ് അല്ല, എന്തിനാണ് ചക്കര അച്ഛൻ പെടുന്നത്, അതല്ല. എന്തിനാണ് അച്ഛനാവാൻ പോയത്? വല്ല കാര്യമുണ്ടോ? ലൈക്ക് നിങ്ങളുടെ ഈ പ്രായത്തിൽ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയമല്ലേ ഇത്? ആ സമയത്ത് എന്തിനാണ് ഇങ്ങനെ പോയത്? ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ ഒരു സന്യാസ സഭയാണ്. അപ്പൊ ഞങ്ങൾക്ക് 3 വ്രതങ്ങളുണ്ട്. ഞങ്ങൾക്ക് ദാരിദ്ര്യവ്രതമുണ്ട്, ബ്രഹ്മചര്യ വ്രതമുണ്ട്, അനുസരണ വ്രതമുണ്ട്. അനുസരണ വ്രതം എന്ന് പറയുമ്പം ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് അവര് ഞങ്ങളോട് ഒരിടത്ത് പോകണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റില്ല. എന്നോട് നാളെ പറയാണ് നീ കാസർഗോഡുള്ള ആശ്രമത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് തന്നെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ചാൾസ് ഒക്കെ ഒത്തിരി വിളിച്ച് കുറെ അച്ഛനോട് പറഞ്ഞിട്ടാണ് പെർമിഷൻ കിട്ടിയത്. സോ ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് അനുവദിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ദാരിദ്ര്യവ്രതം, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ടോ സ്വന്തമായിട്ടൊരു വണ്ടിയോ സ്വന്തമായിട്ട് സാധന സാമഗ്രികളോ ഒന്നും പാടില്ല. എല്ലാം പൊതുസ്വത്താണ്. ഇപ്പൊ ഈ ഗിറ്റാർ പോലും എനിക്ക് എന്റേതാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരനെ എടുത്തുകൊണ്ട് പോയാൽ അത് അവൻ്റെയും കൂടിയാണ്. എവറിത്തിങ് ഇസ് കോമൺ, എക്സെപ്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, കാര്യങ്ങൾ. ബാക്കിയെല്ലാം പൊതുസ്വത്താണ്. ഇപ്പൊ സ്വന്തമായിട്ട് നമുക്കൊന്നുമില്ല. മൂന്നാമതായിട്ട് ബ്രഹ്മചര്യം എന്ന് പറയുന്ന വ്രതമാണ്. അപ്പൊ വെക്കേഷന്റെ സമയത്ത് വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഉമ്മച്ചിയുടെ വീടുണ്ട്. മുസ്ലിം ഫാമിലിയാണ്, ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. അപ്പൊ ഞാൻ ആ ഉമ്മച്ചീനെ വിളിക്കുന്നത്, വീട്ടിലൊരു പ്രായമുള്ള ഉമ്മച്ചിയുണ്ട്. ഉമ്മച്ചിയുടെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞങ്ങൾ വിളിക്കുന്നത് ചിരിക്കൊടുക്കും ഉമ്മച്ചിന്നാണ്. കാരണം ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, എന്ത് പറഞ്ഞാലും ചിരിയാണ്. ചിരിച്ചുകൊണ്ട് മാത്രം വർത്താനം പറയുന്ന ഒരാളാണ്. അപ്പം ഈ ഉമ്മച്ചീനോട് ഞാനിങ്ങനെ വെക്കേഷൻ വന്നു കഴിയുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയും. അപ്പം യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ തവണയും അവസാനം ഉമ്മച്ചി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിതാണ്: അപ്പൊ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല അല്ലേ? അതാണ് എല്ലാ തവണ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല അല്ലേ എന്ന്.
അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുടുംബ ജീവിതം എന്റേതെന്ന് പറയാനായിട്ട് ഒരു കുഞ്ഞ് അതൊന്നും പറ്റത്തില്ല. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ആളുകൾ ഞങ്ങളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ അച്ഛനാവാൻ വേണ്ടി പോയത്, എന്തിനാണ് പോയതെന്ന് ചോദിക്കും. എന്തിനാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശ്രമത്തിൽ ഞാൻ കോട്ടയത്ത് കപ്പൂച്ചിൻ വിദ്യാഭവൻ എന്ന് പറയുന്ന സെമിനാരിൽ നിന്നാണ് വരുന്നത്. അവിടെ ഞങ്ങളുടെ സെമിനാരിയിൽ ഒരു മനോഹരമായിട്ടൊരു പള്ളിയുണ്ട്, ഒരു പഴയ പള്ളിയുണ്ട്, കല്ലുകൊണ്ടൊക്കെ കിട്ടിയ ഒരു പള്ളിയാണ്. അപ്പൊ വൈകുന്നേരങ്ങളിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ്, ഞങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞ്, ജോലിയൊക്കെ കഴിഞ്ഞ്, ബാക്കി ഹോംവർക്കും കാര്യങ്ങളും എല്ലാ പരിപാടികളും കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് അവസാനം കുറച്ച് സമയം ഫ്രീ കിട്ടും. ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളിയിൽ പോവാം. ആ സമയത്ത് ഞാൻ പള്ളിയിൽ പോവാം. ആ സമയത്ത് പള്ളിയിൽ പോകുമ്പം അവിടെ ഒരു ചെറിയൊരു ക്രൂസിഫിക്സ് ഉണ്ട്, ഒരു ക്രൂശിത രൂപമുണ്ട്. പള്ളിയിൽ അധികം ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല. ഈ ക്രൂശരൂപത്തിലേക്ക് കുഞ്ഞൊരു ഡീം ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇതുപോലുള്ള പ്യൂസ് ആണ്, ബെഞ്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ബെഞ്ചിൽ പോയിരിക്കും, അവിടെയൊക്കെ ഇരുട്ടാണ്. അപ്പൊ നമ്മള് ആ ക്രൂശരൂപത്തിന് മുന്നിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പല ഫീലിങ്സോട് കൂടിയാണ് പോയിരിക്കുക. ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും പോയിരിക്കുക, അന്ന് കുറെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ ഹാപ്പി ആയിട്ടായിരിക്കും പോയിരിക്കുക. ചിലപ്പോൾ പോയിട്ടിരിക്കുക ഭയങ്കര ഡെസ്പായിട്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് ഒക്കെ ആയിരിക്കും പോയിരിക്കുക. ചിലപ്പോൾ പോയിരിക്കുന്നത് ഭയങ്കര ദേഷ്യത്തോടെ കൂടിയായിരിക്കും, ആരെങ്കിലും നമ്മളെ വെറുപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും പോയിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ നിരാശപ്പെട്ട് ഒക്കെ ആയിരിക്കും പോയിരിക്കുക. അങ്ങനെ പല ഫീലിങ്സോട് കൂടിയാണ് പോയിരിക്കുക. ബട്ട് നമ്മൾ ആ കൃഷ്ണരൂപത്തിന് മുന്നിലെത്തുമ്പോൾ, ഈശോയുടെ ആ സന്നിധിയിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു ബോധ്യമുണ്ട്. അതിതാണ്, ഈ മനുഷ്യന് എന്നെ മനസ്സിലാവുന്നുണ്ട്, ഈ മനുഷ്യന് എന്നെ പിടികിട്ടുന്നുണ്ട്, ഈശോയ്ക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആവാം, നമ്മുടെ കൂട്ടുകാരെ ആവാം, നമ്മുടെ വീട്ടുകാരെ ആവാം, നമ്മുടെ മാതാപിതാക്കളെ ആവാം. നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുക, ഇതുവരെ ഇവർക്ക് എന്നെ പിടികിട്ടിയില്ലല്ലോ, എന്നെ ഇതുവരെ ഇവർക്ക് മനസ്സിലായില്ലല്ലോ. ബട്ട് ഈശോയുടെ മുന്നിൽ പോയിരിക്കുമ്പം അവിടെ വാക്കുകളില്ല, ഒന്നും പറയേണ്ട കാര്യമില്ല, വെറുതെ ഇങ്ങ് ഇരുന്നാൽ മാത്രം മതി. മനസ്സിലൊരു ബോധ്യം നിറയാണ്, ഈശോയ്ക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട്. ആ നിമിഷം നമ്മുടെ കണ്ണൊക്കെ വെറുതെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകയാണ്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഈ ഒരു ഫീലിംഗ് ആണ് എന്നെ ഒരു അച്ഛനായിട്ട്, ഒരു സമർപ്പിതനായിട്ട്, ഒരു സന്യാസിയായിട്ട് പിടിച്ചു നിർത്തുന്ന സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു ഫീലിങ്ങിന്റെ മധുരം എന്ന് പറയുന്നത് മനോഹരമാണ്. അപ്പം ഇത്രയും യുവജനങ്ങൾ എൻ്റെ മുന്നിലിരിക്കുമ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്, നെവർ മിസ് ദിസ് ഫീലിംഗ്, നെവർ മിസ് ദിസ് എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ലോജിക്കലി. കാരണം ഇതിന്റെ ഓർഡർ അങ്ങനെയാണ്: വർഷിപ്പ്, സ്റ്റഡി, വിറ്റ്നസ് ആൻഡ് സർവീസ്. ആദ്യം വർഷിപ്പാണ്. ഈ വർഷിപ്പിൽ നിന്ന് അനുഭവം സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവവചനത്തോട് അടുപ്പം ഉണ്ടാവുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ, വചനം പഠിക്കാൻ. മൂന്നാമതായിട്ട് നല്ല ജീവിത സാക്ഷ്യം കൊടുക്കാൻ പറ്റുള്ളൂ, പിന്നെ സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എവറിത്തിങ് ബിഗിൻസ് ഇൻ വർഷിപ്പ്. അതെന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് വാചികമായിട്ടുള്ള നമ്മുടെ ഒത്തിരി വലിയ പ്രാർത്ഥനകളോ നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്ന ഒന്നുമല്ല. ബട്ട് ഈശോയോടൊപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന വാല്യുബിൾ മൊമെന്റ്സ് ആണ്. ഈ മൊമെന്റ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനുവേണ്ടി അവൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കണം, അതിനുവേണ്ടി അവൻ്റെ കൂടെ കുറച്ച് സമയം പങ്കുവയ്ക്കാൻ നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ഫോണും തിരക്കുകളും എല്ലാം മാറ്റി വെച്ച് കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരിക്കുക, അതൊരു ശീലമാക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തെ തൊടും. അങ്ങനെയെങ്കിൽ നിങ്ങളിലൂടെ അവനു വേണ്ടി പലരെയും തൊടാനായിട്ട് നിങ്ങളെ അവൻ പ്രാപ്തയാക്കും. സോ ഒരു ചെറിയൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, കൂടെ പാടാം. അങ്ങേപ്പോലൻ ദൈവമേ ആരുണ്ടീ ലോകേ, അങ്ങില്ലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ,
അങ്ങില്ലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനെ. അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. നാലാമത്തെ പോയിന്റിലേക്ക് പോവാം. ഏതാണ് ലാസ്റ്റത്തേത്? വിറ്റ്നസ് എന്നുള്ളതാണല്ലേ. അച്ഛൻ ആദ്യം ഒരു സിനിമ ഡയലോഗ് പറഞ്ഞായിരുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ബാക്കി പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് കുറച്ചിട്ട് സിനിമ ചർച്ച ചെയ്യാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 സിനിമകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒത്തിരി പുതിയ സിനിമയൊന്നുമല്ല. ഒരെണ്ണം ഏതാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ ഹിറ്റായ റിലീജിയസ് മൂവി ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ എക്കണോമിക്കൽ ഗ്രോസ് നേടിയ റിലീജിയസ് മൂവി ഏതായിരുന്നു? ആരോ പറഞ്ഞു? പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ സംവിധായകന്റെ പേരറിയാവോ? മെൽ ഗിബ്സൺ ആണ്. മെൽ ഗിബ്സൺ വളരെ ചുരുക്കം സിനിമകളെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം അവസാനം സംവിധാനം ചെയ്ത സിനിമ 2016 മെൽ ഗിബ്സന്റെ അപ്പോക്കാലിപ്റ്റോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? 2016 അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. സിനിമയുടെ പേര് അറിയാവോ ആർക്കെങ്കിലും? അറിയാവോ? ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിനിമയുടെ പേര് വാർസോ റിഡ്ജ് എന്നാണ്. ഈ സിനിമയിൽ ഡെസ്മണ്ട് ഡോസ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരന്റെ കഥയാണ് പറയുന്നത്. ഡെസ്മണ്ട് ഡോസ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കയും ജപ്പാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്, ഒക്കിനാവ വാർ. അപ്പൊ ആ യുദ്ധത്തിൽ സേവനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹം ബൈബിൾ അതുപോലെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങൾ കൊല്ലരുത്, thou shall not kill എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ കൊല്ലരുത്. അപ്പൊ ഇയാൾ പട്ടാളത്തിൽ ചെന്നിട്ട് വെപ്പൺ എടുക്കാൻ പറഞ്ഞാൽ ഇയാൾ എടുക്കൂല. ഞാൻ കൈകൊണ്ട് വെപ്പൺ ഒരിക്കലും തൊടൂല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ കുറെ പേര് ഇദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്, കൂട്ടുകാർ ഇവനെ ഇടിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, നാണം കെടുന്നുണ്ട്. പക്ഷെ ഇവൻ ഒരിക്കലും വെപ്പൺ കൈകൊണ്ട് തൊടത്തില്ല. അങ്ങനെ നോക്കി നോക്കി ഇവനെ വെപ്പൺ തൊടാത്ത, കൈകൊണ്ട് തൊടേണ്ട ആവശ്യമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കി നോക്കി അവനെ ആർമിയിൽ ഒരു മെഡിക്കായിട്ട്, ഒരു ഡോക്ടറായിട്ട് അവൻ അപ്പോയിന്റ് ചെയ്തു. ഇനി യുദ്ധം നടക്കുന്നത്
ഒരു മലമുകളിലാണ്. മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറൊക്കെ ഉപയോഗിച്ച് കയറണം. അവിടെ ചെന്നിട്ട് അമേരിക്കൻ സൈന്യം ജപ്പാൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടും. അങ്ങനെയാണ് കഥ. അപ്പം ഇവനും അവിടെ ചെന്നു. ഇവന് ഡ്യൂട്ടി എന്ന് പറയുന്നത് വെടിയേറ്റ് അല്ലെങ്കിൽ ബോംബ് പൊട്ടിയൊക്കെ പട്ടാളക്കാർ വീഴുന്ന സമയത്ത് അവരെ ചെന്ന് ശുശ്രൂഷിക്കുക, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, പറ്റുമെങ്കിൽ അവരെ കയറിൽ കെട്ടി താഴെ ആർമിയുടെ ബേസിലേക്ക് കെട്ടി ഇറക്കുക. ഇത്തരം കാര്യങ്ങളാണ് അവൻ ചെയ്യേണ്ടത്. അവരുടെ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വേറെ അവൻ ആയുധം എടുത്ത് പോരാടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ജപ്പാൻ സൈന്യം ഇങ്ങനെ അമേരിക്കൻ സൈന്യത്തെ ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ബോംബൊക്കെ ഇട്ട് കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജപ്പാൻ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായപ്പോൾ ഇവര് പിന്തിരിയാണ്. അമേരിക്കൻ സൈന്യം മൊത്തം പിന്തിരിഞ്ഞു. ജീവനുള്ളവരെല്ലാം ജീവനം കൊണ്ട് ഓടി. എല്ലാവരും കയറൊക്കെ ഇട്ട് താഴേക്ക് ഇറങ്ങി ആ മലയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ കുറെ ആളുകൾ ആ മലയുടെ മുകളിൽ വെടിയേറ്റ് വീണവർ കിടപ്പുണ്ട്. പാതി ജീവനായിട്ടുള്ള ആളുകൾ കിടപ്പുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പം നമ്മുടെ ഡെസ്മണ്ട് ഡോസ് എന്ന് പറയുന്ന ഈ ഒരു മെഡിക്കിന് പിന്തിരിഞ്ഞു ഓടി അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് തോന്നുന്നില്ല. ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവൻ മരിച്ച ഒരാളെ പോലെ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ജപ്പാൻ സൈന്യം എപ്പോൾ അവിടെ നിന്ന് പിന്മാറുന്നോ അപ്പോഴൊക്കെ അവൻ ചെന്നിട്ട് ഓരോരുത്തരെ എടുക്കും. എന്നിട്ട് അവരെ, അതായത് പാതി ജീവനുമായിട്ട് കിടക്കുന്ന ആളുകളെ എടുക്കും. എന്നിട്ട് അവരെ മലയുടെ താഴെ ആർമിയുടെ ക്യാമ്പിലേക്ക് കെട്ടിയിറക്കും. അപ്പൊ ഇവനിങ്ങനെ ഒരു മനോഹരമായുള്ള പ്രാർത്ഥനയുണ്ട്. ഓരോരുത്തരെയും മലയുടെ അടിവാരത്തേക്ക് എത്തിച്ച് കയറിൽ കെട്ടി എത്തിച്ച് കഴിയുമ്പം ഇപ്പം മനോഹരമായിട്ടൊരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ പറയും, ലോർഡ് ഗിവ് മീ വൺ മോർ, ലോർഡ് ഗിവ് മീ വൺ മോർ. ഒരാളെ കൂടെ ഞാൻ രക്ഷിച്ചോട്ടെ, ഒരാളെ കൂടെ ഞാൻ രക്ഷിച്ചോട്ടെ. അങ്ങനെ 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 അവൻ 75-ലധികം ആളുകളെ രക്ഷിക്കും. അപ്പൊ ആ വാറിലെ ഏറ്റവും വലിയ ഹീറോ ആയിട്ട് അറിയപ്പെടുന്ന ഈ ഡെസ്മണ്ട് ഡോസ് ആണ്. ആയുധം കൈകൊണ്ട് തൊടാത്തൊരു മനുഷ്യൻ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമയൊന്ന് കാണണം. രണ്ടാമത് മറ്റൊരു സിനിമയെ കുറിച്ച് കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയാണ്, ഒരു ബോളിവുഡ് സിനിമയാണ്. ഋതിക് റോഷനാണ് അതിലെ നായകൻ. ഋതിക് റോഷൻ ഒട്ടും ഗ്ലാമറസ് അല്ലാത്തൊരു വേഷം ചെയ്ത ഒരു സിനിമയാണത്. ആർക്കെങ്കിലും അറിയാവോ? അല്ല, സൂപ്പർ 30 എന്നാണ് ആ സിനിമയുടെ പേര്. അറിയാമോ? സൂപ്പർ 30. ഓക്കെ. നോർത്ത് ഇന്ത്യയിൽ ആനന്ദ് കുമാർ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കഥ പറയുന്ന സിനിമയാണത്. ഈ മനുഷ്യന്റെ പ്രത്യേകത, മാത്സിൽ ബ്രില്യൻ്റ് ആയിരുന്നു ഇവൻ ഒരു 18 വയസ്സൊക്കെ ഉള്ള സമയത്ത് ലോകത്തിൽ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഇവൻ സോൾവ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ ആൻസർ ഇവൻ കാംബ്രിഡ്ജിന് അയച്ചു കൊടുക്കും. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അയക്കും. യൂണിവേഴ്സിറ്റി ഇവന് ഫ്രീ ആയിട്ട് ഇവന് ഡിഗ്രി പഠിക്കാനായിട്ടുള്ള ലെറ്ററൊക്കെ ഇവന് തിരിച്ചിങ്ങോട്ടേക്ക് അയക്കും. പക്ഷേ കാംബ്രിഡ്ജ് വരെ പോകാനായിട്ടുള്ള പൈസ ഇവന്റെ കയ്യിലില്ല. എയർപ്ലെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള പൈസ ഇവനില്ല. അങ്ങനെ ഇവൻ നാട്ടിൽ തന്നെ തുടരുകയാണ്. അവനിങ്ങനെ സാധാരണ കൂലിവേലയൊക്കെ ചെയ്ത് സാധാരണ ഒരു പണിക്കാരനെ പോലെയൊക്കെ ജീവിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് അവന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവുന്നത്. അതായത്, എനിക്കോ എന്റെ ലക്ഷ്യം എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചില്ല, പക്ഷെ ഇതുപോലെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവരെ എനിക്കൊന്ന് സഹായിച്ചുകൂടെ? അതിന് മനോഹരമായിട്ടുള്ള ഒരു ഡയലോഗ് ഇങ്ങനെ പറയുന്നുണ്ട്, ജിന്ദഗി ജീനെ കേ ലിയേ നഹീ ദൂസറോं की जिंदगी बनाने के लिए भी होती है. അതായത് ജീവിതം ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. എന്നിട്ട് ഇവൻ പാവപ്പെട്ട നന്നായി പഠിക്കാൻ കഴിവുള്ള 30 പിള്ളേരെ തെരഞ്ഞെടുക്കും. എന്നിട്ട് അവർക്ക് IIT കോച്ചിങ് നൽകുന്നതാണ് സിനിമ. സൂപ്പർ 30 എന്നാണ് ആ ക്ലാസിന്റെ പേര്. ആ 30 പേരും IIT ക്രാക്ക് ചെയ്യാണ്. ഇതൊക്കെ സിനിമയാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ കണ്ടൊരു മനുഷ്യനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞങ്ങൾ കപ്പൂച്ചിൻ സഭയാണ്. ഇപ്പൊ കപ്പൂച്ചിൻ സഭയിൽ ഞങ്ങൾക്ക് 14 വർഷമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ഛാൻ വേണ്ടിയിട്ട്. ഇതിൽ 8ാമത്തെ വർഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് റീജൻസി എന്ന് പറയുന്ന ഒരു പീരീഡാണ്. റീജൻസി അതായത് അത്യാവശ്യത്തിന് ജീവിതാനുഭവങ്ങളൊക്കെ നേടാൻ വേണ്ടിയുള്ള സമയമാണ്. അതായത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമയത്ത് മാക്സിമം ഞങ്ങൾക്ക് എക്സ്പോഷർ തരും. അതായത് ഞങ്ങളെ ആദിവാസികളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി വിടും, ഞങ്ങളെ കടൽ തീർത്ത് മുക്കുവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വിടും. ഞങ്ങൾ അവരുടെ കൂടെ കടൽപ്പണിക്കൊക്കെ പോകും. ആദിവാസികളുടെ കൂടെ അവരുടെ ഊരിൽ അവരുടെ ജോലികളൊക്കെ ചെയ്ത് അവരുടെ കൂടെ ജീവിക്കും. കാരണം ഈ മനുഷ്യരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ഈ സമയത്ത് ഞങ്ങളെ മിഷൻ അയക്കും. അപ്പൊ ഞാനൊക്കെ പോയത് ഗുജറാത്തിലെ രാജ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടുന്ന് എന്നെ അയച്ചത് വീഞ്ചിയ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. എന്നോട് പറഞ്ഞു, നീ ഈ ഗ്രാമത്തിൽ പോണം, ഈ ഗ്രാമത്തിൽ പോയിട്ട് അവിടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂൾ നടത്തുന്ന ഒരു അച്ഛനുണ്ട്, ഒരാഴ്ച അച്ഛൻ്റെ കൂടെ ജീവിച്ചിട്ട് തിരിച്ചു പോരെന്ന് പറഞ്ഞു. എനിക്ക് നല്ല അനുഭവമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാവുന്ന മുറി ഗുജറാത്തി ഉണ്ട്, തോട് ഗുജറാത്തി അവിടെ
അങ്ങനെ നമുക്ക് കുറച്ച് ഗുജറാത്തി അറിയാമെന്നും ഭക്ഷണം എന്താണെന്നും വെള്ളം എന്താണെന്നൊക്കെ നമുക്ക് പറയാൻ അറിയുള്ളൂ. അതൊക്കെ വെച്ച് നമ്മൾ മിനിമം ഗുജറാത്തി വെച്ചിട്ട് ഞങ്ങളെ ആ സ്ഥലത്തേക്ക് പോവാണ്. ബീച്ചിലേക്ക് ബസ്സൊക്കെ കയറി ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്നിട്ട് ഞങ്ങള് അവിടെ ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ അവിടെ ആ ഒരു ഗ്രാമത്തിൽ ചെന്നിറങ്ങി നോക്കുമ്പം ഒരു പട്ടിക്കാടാണ്. ഒന്നുമില്ല. വെറും ഒരു ഗ്രാമപ്രദേശം, ഒരു കട പോലും ഇല്ല. കുറെ മനുഷ്യരിങ്ങനെ സാധാരണ ഗ്രാമപ്രദേശത്തുള്ള മനുഷ്യരൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് എനിക്ക് അറിയാവുന്ന മുറി ഗുജറാത്തിയിലൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടെന്ന് കേട്ടല്ലോ, സ്കൂൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, നേരെ ഒരു കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ഒരു വലിയൊരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞ് വലത് സൈഡിൽ കാണുന്നതാണ് സ്കൂൾ. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ നടന്നു പോയി. ഒരു വളവൊക്കെ കണ്ടു. വളവ് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കും, ഞാൻ കണ്ടത് ഒരു ബ്രഹ്മാണ്ഡം സ്കൂളാണ്. ഒരു കിടിലൻ സ്കൂൾ, ആ നാടിനൊട്ടും ചേരാത്തൊരു സ്കൂൾ. അതായത് ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി ഒരു ടർഫ്, പിന്നെ സൈഡിൽ ഒരു സ്വിമ്മിംഗ് പൂള്, പിന്നെ 4-5 നിലയുള്ള അടിപൊളി കെട്ടിടവും കാര്യങ്ങളൊക്കെ. ഞാനിത് കണ്ട് അന്തിച്ചു പോയി. ഇത് എനിക്ക് വല്ല ഡീഹൈഡ്രേഷൻ അടിച്ചിട്ട് എനിക്ക് ഇമാജിനേഷൻ തോന്നുന്നതാണോ, അത് സത്യം തന്നെയാണോ? സത്യം തന്നെയായിരുന്നു. ഒരു അടിപൊളി സ്കൂളാണ് കണ്ടത്. അപ്പം ആ സ്കൂളിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ എൻ്റെ അടുത്തേക്ക് ഒരു കുരുട്ട് പയ്യനെ ഓടി വന്നിട്ട് എൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവൻ ഇംഗ്ലീഷിൽ എന്തൊക്കെയൊക്കെയോ എന്നോട് പറഞ്ഞു. ഞാനിത് കേട്ട് വാട്ട്, ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ഒന്നും കൂടെ പറഞ്ഞു. അത് അവൻ ഉദ്ദേശിച്ചത് പ്രിൻസിപ്പൾ അച്ഛനെ കാണാനാണെങ്കിൽ അച്ഛന്റെ റൂം അവിടെയാണ്, അങ്ങോട്ട് ചെന്നാൽ മതി എന്നാണ്. അപ്പൊ ഞാനിങ്ങനെ ഇവന്റെ ഇംഗ്ലീഷിന്റെ ഷോക്കിൽ നിന്ന് പുറത്തെടുക്കാൻ കുറച്ച് സമയം എടുത്തു. എന്നിട്ട് ഞാൻ അച്ഛന്റെ റൂമിലേക്ക് ചെന്നു. അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. വൈസ് പ്രിൻസിപ്പൾ അച്ഛനാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ എന്നെയും കൊണ്ട് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് പറഞ്ഞ് എന്നെ ആ കോമ്പൗണ്ടൊക്കെ കൊണ്ട് നടത്തിച്ചു. എന്നിട്ട് അച്ഛൻ എന്നെ ടെറസിലേക്ക് കൊണ്ടുപോയി, ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലെ നിലയിലേക്ക്. എന്നിട്ട് അച്ഛൻ എന്നെ ചുറ്റുപാടുകളും കാണിച്ചു തന്നു. ചുറ്റുപാടുകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ സ്കൂൾ മാത്രം ഉണ്ട് അവിടെ, ചുറ്റുപാട് ഫുള്ള് പാടങ്ങളാണ്. ഇങ്ങനെ പല പല പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ, പൊട്ടറ്റോ, ഒനിയൻ, അങ്ങനെ പല കൃഷികൾ, കരിമ്പ്, അങ്ങനെ പല വലിയ കാർഷിക ഏരിയയാണ്. എന്നിട്ട് പുള്ളി എന്നോട് ദൂരെ എന്നോട് ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങ് ദൂരെ ഒരു ഗ്രാമം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഉണ്ട്, കുറച്ച് വീടുകളൊക്കെ ആയിട്ട് ദൂരെ ഒരു ഗ്രാമം കാണുന്നുണ്ട്. ആ ഗ്രാമത്തിലാണ് ഈ നാട്ടിലെ ഈ ഒരു വലിയ പ്രദേശത്തെ ഏറ്റവും ലോവർ കാസ്റ്റിലുള്ള ആളുകൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നുമല്ല, കാസ്റ്റ് സിസ്റ്റമൊക്കെ വളരെ ശക്തമാണ്. ഇങ്ങനെ ഉന്നത കുലജാതര്, താഴ്ന്ന കുലത്തിലുള്ളവർ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര തൊട്ടുതീണ്ടായ്മകളൊക്കെ ഇന്നും അവിടെ ഉണ്ട്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, അതാണ് ഏറ്റവും ലോവർ കാസ്റ്റ് ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. നീ അത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കാണുന്നുണ്ട്. നിനക്കറിയാവോ, നേരത്തെ നിന്റെ അടുത്ത് വന്ന് നിന്റെ കാലിൽ തോണ്ടി വർത്താനം പറഞ്ഞ പയ്യനില്ലേ, അവന്റെ വീട് ആ ഗ്രാമത്തിലാണെന്ന് പറഞ്ഞു. ഈ സ്കൂളിൽ ആ ഗ്രാമത്തിലെ കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു. എന്നിട്ട് എന്നോട് ആ സ്കൂൾ ഉണ്ടായതിന്റെ കഥ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ അവിടെ ചെല്ലുകയാണ്. അദ്ദേഹം ഈ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ ഈ കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ആ ഗ്രാമത്തിലെ ഓരോ വീടുകളിലും കയറി മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കാം, എൻ്റെ കൂടെ ഈ കുട്ടികളെ വിടുവോ, ഞാൻ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം. അപ്പം മാതാപിതാക്കൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ കൂടെ എൻ്റെ കുട്ടികളെ വിടാനായിട്ട് പറ്റില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാല്, അദ്ദേഹം നിരാശപ്പെട്ടില്ല. 8 വർഷം അദ്ദേഹം എന്നും ആ വീടുകൾ കയറി ഇറങ്ങി. ആ നാട്ടിലെ എല്ലാവരുടെയും കൂട്ടുകാരനായിട്ട് ആ മനുഷ്യൻ മാറി. 8ാമത്തെ വർഷത്തിന്റെ അവസാനം അദ്ദേഹം ആ ചോദ്യം വീണ്ടും അവരോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ കുട്ടികളെ എനിക്ക് വിട്ടുതരുമോ, ഞാൻ പഠിപ്പിക്കാം. അപ്പൊ അവര് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ സ്വന്തം ആളാണല്ലോ, അച്ഛൻ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പലയിടത്തുനിന്ന് പൈസയൊക്കെ സമാഹരിച്ച് ഒരു സ്കൂൾ പണിതു. വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ് ആ കുട്ടികൾക്ക് ഇന്ന് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ്, ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി ഗവൺമെന്റിലൊക്കെ വലിയ തസ്തികകളിലേക്ക് എത്തും. അവരുടെ ആ ഗ്രാമത്തിന്റെ ചരിത്രം, ആ ഗ്രാമത്തിന്റെ മുഖം മാറാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ മനുഷ്യരുടെ പ്രയത്നങ്ങളുണ്ടായ കുറെ നന്മകളെ കുറിച്ചാണ്. ആദ്യത്തേൽ ഡെസ്മണ്ട് ഡോസ് എന്ന് പറയുന്ന മനുഷ്യൻ, രണ്ടാമത്തേത് ആനന്ദ് കുമാർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട നോർത്ത് ഇന്ത്യൻ, മൂന്നാമത്തേത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അച്ഛൻ. ഇവരുടെയൊക്കെ ജീവിതങ്ങൾ ഒത്തിരി ആളുകളുടെ ജീവിതങ്ങൾക്ക് കരുത്തു പകർന്ന ജീവിതങ്ങളാണ്. അപ്പൊ ഇവിടെ വരെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ ഒന്നിച്ചായിരിക്കുമ്പം നിങ്ങളുടെ പ്രവർത്തന വർഷ മാർഗരേഖകൾ കണ്ടു. ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്,
ഗാന്ധി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയത്തിലായിരിക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ, നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, നിങ്ങളുടെ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ആ കാര്യം ചെയ്തുകൊള്ളുക. അപ്പൊ നമ്മൾ ഈ വർഷം ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെല്ലാം, ആ പ്രവർത്തനങ്ങൾ കൊണ്ടെല്ലാം സാധാരണ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ സഹായകമാകുന്ന എന്തെങ്കിലും ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഇത്രയും നന്മയുള്ള, ദൈവത്തിന്റെ മനസ്സുള്ള കുറെ മനുഷ്യരെ ഈ ഭൂമിയിൽ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഗാനം ആലപിക്കുകയാണ്. ആരെയെങ്കിലും നിങ്ങൾക്ക് ചേർന്ന് കാണാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുകയാണ്. ചിലപ്പോ ഒക്കെ നമ്മളിങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ, നിങ്ങൾ പ്രവർത്തന വർഷം ആരംഭിക്കുകയാണ്, ഓരോ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും, എനിക്ക് എന്ത് കഴിവാണുള്ളത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചകളും സംശയങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും. എനിക്ക് അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള കഴിവില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള പല ചിന്തകളും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരാൻ, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, കൂട്ടിയാൽ കൂടുമോ എന്നൊക്കെ. അങ്ങനെയുള്ള ചിന്ത വരുമ്പം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊന്നും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. നമ്മൾ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ജോലി മൊത്തം അവൻ്റെതാണ്, ഈശോയുടേതാണ്. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ച് ഒരു സമൂഹത്തിന്റെ മുന്നിൽ, ഒരു ക്രൗഡിന്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുക എന്നുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു. ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഒരു ക്രൗഡിന് മുന്നിൽ നിൽക്കുക, മൈക്ക് പിടിക്കുക, മൈക്കിൽ സംസാരിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്നെ ദൈവം ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നല്ലൊരു പാട്ടുകാരനായിരുന്നില്ല ഞാൻ. ഒരു ഗ്രൂപ്പ് സോങ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 8 പേര് ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതിൽ 7 പേരുണ്ട്, 8ാമത്തവന് ജലദോഷം പിടിച്ചു. അപ്പൊ പകരം കയറ്റാനായിട്ട് ആരുമില്ല. അങ്ങനെയുള്ളപ്പോൾ ടീച്ചർ വിളിക്കുന്ന ആളായിരുന്നു ഞാൻ. അവൻ ചുമ്മാ എനിക്കെങ്കിലും ആ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്നങ്ങ് പൊക്കോളും, അങ്ങനെ വിളിച്ചിരുന്ന ആളാണ് ഞാൻ.
ഒരു ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിൽ ചെറിയ സംഗീതമൊക്കെ സ്കൂളിൽ ഒരു മ്യൂസിക് ടീച്ചർ കണ്ടെത്തുന്നത്. പുള്ളിക്കാരി ഒരു അവസരം തന്നു. ആനുവൽ ഡേക്ക് സ്റ്റേജിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മറ്റൊരു പ്രോഗ്രാം തുടങ്ങുന്നോടം വരെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, കർട്ടൻ അടച്ചിട്ട് അടുത്ത് തുറക്കുന്നോടം വരെ. ആ ഗ്യാപ്പിന്റെ സമയത്ത് ഒരു പാട്ട് പാടിക്കണം പറഞ്ഞു എന്നോട്. ഇത് കേട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് കിട്ടുന്ന ചാൻസ് ആണ്. ഞാൻ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ഒക്കെ എടുത്ത് ഒരു കരോക്കെ ഒക്കെ സെറ്റാക്കി ഒരു പാട്ടൊക്കെ പാടാൻ വേണ്ടി റെഡിയായി. എന്നിട്ട് ഞാൻ അവിടെ സ്റ്റേജിൽ വന്ന് നിന്നു. ചേട്ടൻ കരോക്കെ പ്ലേ ചെയ്തു. കരോക്കെ ആകുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ തുടങ്ങണമല്ലോ. ഞാൻ തുടങ്ങാനുള്ള സ്ഥലം വിട്ടുപോയി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വേറൊക്കെയാണ് ഞാൻ ചേട്ടാ. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണും കൊണ്ടൊക്കെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ചേട്ടനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് തുടങ്ങാൻ പറ്റില്ല, ഒന്നും കൂടെ വന്ന് ഇട്ട് തരുമോ? ആ ചേട്ടൻ പറഞ്ഞു, സമയമില്ല, നീ എന്താ ഈ പറയുന്നത്, കറക്റ്റ് സമയത്തൊക്കെ തുടങ്ങണ്ടേന്നൊക്കെ പറഞ്ഞു. അവസാനം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പുള്ളി എനിക്ക് വീണ്ടും ഇട്ട് തന്നു. അപ്പൊ അന്ന് പാടിയ ആ ഒരു പാട്ട് ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഒരു പഴയ പാട്ടാണ്. ഈ തട്ടത്തിമറിയത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിന്റെ ഒരു റീമിക്സ് വേർഷൻ ഉണ്ടായിരുന്നു. പഴയ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. അതിന്റെ ഒരു 2 വരി. തിന്നലും മകളെയോ കുഞ്ഞു തുമ്പി തമ്പുരു മീട്ടിയോ ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ. ബാക്കി എങ്ങനെയാണ്? ആയിരം കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നു പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി പൈങ്കിളി മലർത്തേങ്കിളി. അല്ല, സിനിമ പാട്ട് പാടിയാലേ നിങ്ങളൊക്കെ പാടുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പാട്ടുകാരനാണ് ഞാൻ. ഇന്നിപ്പം നിങ്ങളുടെ മുന്നിൽ കോൺഫിഡൻസോടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങുന്നത്. അത് തുടങ്ങാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ആ സമയത്ത് ഇറങ്ങിയ സൂര്യയുടെ ഒരു സിനിമയാണ്. സിനിമയിലെ നെഞ്ചുകൾ പെയ്തിരും എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അത് ഞാൻ ഇവിടെ പാടുന്നില്ല, വേണ്ടായിരിക്കും. ആ ഒരു പാട്ടാണ് ആക്ച്വലി. എന്നെ പ്രേരിപ്പിക്കരുത്. പുറത്തുനിന്ന് ഞാൻ പാടിത്തരാം എപ്പോഴെങ്കിലും. എന്താ പറയാ, അവസാനം പാടും തീർച്ചയായിട്ടും. അപ്പം ആ ഒരു സോങ് ആണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഗിറ്റാറൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു, ക്ലാസ്സിൽ സ്കൂളിലൊക്കെ ഗിറ്റാറൊക്കെ ഒന്ന് കൊണ്ടുപോകണം, ഒന്ന് ഷൈൻ ചെയ്യണം, പെൺപിള്ളേരെയൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നമ്മളൊരിക്കലും ഈശോയ്ക്ക് വേണ്ടി പാടുമെന്നോ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുമെന്നോ നമ്മുടെ ഉള്ളിലെ കുഞ്ഞു സംഗീതമൊക്കെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഒന്ന് വിചാരിച്ചല്ല. പക്ഷെ നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഈശോ നമ്മുടെ ശബ്ദത്തെയും നമ്മുടെ കുഞ്ഞു കഴിവുകളെയൊക്കെ അവന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുകയാണ്. സോ നിങ്ങളുടെ ഉള്ളിലെ ടാലന്റ് ചെറുതോ വലുതോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ദൈവത്തിന് വേണ്ടി നൽകാനായിട്ടൊരു മനസ്സ് മാത്രം മതി, ബാക്കി അവൻ ചെയ്തോളൂ. അപ്പം എല്ലാവർക്കും ഒരു മനോഹരമായുള്ള പ്രവർത്തന വർഷം ആശംസിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വർഷം ആശംസിക്കുന്നു. ഡു വെൽ. ദൈവത്തിന് സറണ്ടർ ചെയ്ത് ആരംഭിക്കുക, ബാക്കിയെല്ലാം ഈശോ നോക്കിക്കോളും. അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ എന്താ പറയാന്നുള്ള പാട്ട് 2 വരി പാടുകയാണ്. ഇത് നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പാടണം കേട്ടോ. നിങ്ങൾക്ക് സിനിമാ പാട്ട് മാത്രമല്ല, ബാക്കി പാട്ടുകൾ നിങ്ങൾ പാടുന്നുള്ള എൻ്റെ ഒരു തെളിവാണ്. നീ കാണിച്ചു തരണം. എന്താ പറയാ എന്നായിപ്പ ചെയ്യാ കൃപ എന്നല്ലാതെ എന്നാ പറയാനേ. എന്താ പറയാ എന്നായിപ്പ ചെയ്യാ കൃപ എന്നല്ലാതെ എന്നാ പറയാനേ. യേശു എന്നെ കണ്ടു, തന്റെ ചങ്കു തന്നു, ചോറ് കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. യേശു എന്നെ കണ്ടു, തന്റെ ചങ്കു തന്നു, ചോറ് കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി.
ഞാനൊരു തല്ലിപ്പോളിയാണ്. അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പോളിയാണ്. അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മറിച്ചു. എന്താ പറയാ, എന്നാ ഇപ്പൊ ചെയ്യാ, കൃപയല്ലാതെ എന്നാ പറയാനാമേ. Thank you and God bless you all.